nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature, and it haunts me somewhere much deeper. ഹലോ മീഗോ, ഇറ്റ്സ് മീ ഫ്രാങ്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി നിങ്ങളിപ്പോൾ ഈ കാണുന്ന യമഹയുടെ FC25 ഈ ഒരു വണ്ടി കുറച്ച് കാലമായിട്ട് നിർത്തിയിട്ടൊക്കെയാണ്. സംഭവം ഇപ്പം റണ്ണിങ് കണ്ടീഷനിലല്ല, ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്, വേറെ എഞ്ചിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യാതെ നിർത്തിയിട്ടതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നല്ലൊരു ആക്സിഡൻറ്റും കഴിഞ്ഞതാണ് കുറച്ച് കാലം മുന്നേ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഈ വണ്ടിയുടെ ഓണർ പുറത്തുപോയി ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഈ വണ്ടി അനാഥമായി കിടക്കുകയാണ് കുറച്ച് കാലമായിട്ട്. വണ്ടിയെ കുറിച്ച് അറിയണവർക്ക് അറിയുന്നുണ്ടാവും. വണ്ടി അങ്ങനെ യൂസ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. പൊതുവെ വണ്ടി കുറച്ച് സ്റ്റിഫർ ആവും, ബെയറിങ്സും കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് ടൈറ്റ് ആവും, പല മെക്കാനിക്കൽ കോമ്പണൻസും ടൈറ്റായി വരും, തുരുമ്പുകൾ വരാൻ തുടങ്ങും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ വണ്ടിക്ക് അത്രക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു 4-5 മാസമൊക്കെ ആയിട്ടുള്ളൂ നിർത്തിയിട്ടിട്ട്. ലുക്കൊക്കെ കണ്ടാൽ ചിലപ്പം ഒരുപാട് കാലം നിർത്തിയിട്ട പോലെയൊക്കെ ഉണ്ട്, കാരണം മാറാലയും അതുപോലെ തന്നെ മറ്റ് ചെറിയ ജീവികളൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഇതിമേല്. സംഭവം ഈ വണ്ടിക്ക് നല്ലൊരു ആക്സിഡന്റ് കഴിഞ്ഞതാണെങ്കിലും ഈ ഒരു റൈറ്റ് സൈഡിലായിരുന്നു മേജർ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അധികം ക്രാഷ് കാർഡിൽ തന്നെ ഏകദേശമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ക്രാഷ് കാർഡ് നല്ല രീതിയിൽ ബെൻഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ സ്ക്രാച്ചുകൾ, ഹാൻഡിൽ ബാർ അവിടെയൊക്കെ കുറെ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ യൂസർ പോയതിനു ശേഷം ഇതിവിടെ ഒറ്റക്ക് ആരും ഓടിക്കാനൊന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഇടയ്ക്ക് വീട്ടുകാരൊന്ന് സ്റ്റാർട്ട് ചെയ്യും, ലൈസൻസ് ഉള്ളവരൊന്നും വേറെ ഇല്ലാത്തതുകൊണ്ട് ഓടിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അങ്ങനെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി മാറ്റി വെക്കണതിന്റെ ഇടയിൽ നൈസായിട്ട് വണ്ടി വീണു. അപ്പോൾ നമുക്കറിയാലോ, മോട്ടോർ സൈക്കിൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് ശീലമുള്ള ആൾക്കാർക്ക് ഈ ഒരു വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമാണ്, ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഓടിക്കാത്ത ആളുകൾ ഈ ഒരു വെയിറ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരാളെ കൊണ്ടോ രണ്ടാളെ കൊണ്ടോ ചിലപ്പോൾ ഈ വണ്ടിന്റെ വെയിറ്റ് താങ്ങാൻ കഴിഞ്ഞോണമെന്നില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീണതാണ്. ക്രാഷ് കാർഡ് ആൾറെഡി ബെൻഡ് ചെയ്ത് അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ പോയതുകൊണ്ട് ആ ബെൻഡ് ചെയ്ത ക്രാഷ് കാർഡ് ഒന്നും കൂടെ ബെൻഡായിട്ട് ഓയിൽ കൂളറിന്റെ 2 ഹോസുകൾ വരുന്നുണ്ട്. അതിലൊരു ഹോസ് ബ്രേക്കായി, അതിലെ ഓയിൽ ലീക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ടിങ് പോലും ഇല്ലാതെ സൈഡായത്. അതുവരെ വീട്ടുകാരൊക്കെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി കുറച്ചൊന്ന് റണ്ണിങ് കണ്ടീഷനിലാക്കാൻ പോവാണ്, ഈ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു റേഡിയേറ്ററിലേക്ക് പോകുന്ന ഹോസ് യമഹയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള പാർട്സ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിക്കണം. കൺസ്യൂമബിൾസ് പോലെ പെട്ടെന്ന് നമുക്ക് ഓടിച്ചെന്നാൽ കിട്ടൂല സാധനം. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വണ്ടി തള്ളിയിട്ടൊന്നും പോകുന്നില്ല, കാരണം ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിഫറായി ഉണ്ടാവും. 2 വീലിലും എയർ കമ്മിയുണ്ട്. അതാണ് ഇത്ര കഷ്ടപ്പെട്ട് മൂവ് ചെയ്യിക്കുന്നത് വണ്ടി, കാരണം ഒരുപാട് കാലം നിർത്തിയിട്ടുണ്ട്. മൂവിങ് പാർട്സ് ഒക്കെ ഒന്ന് സ്റ്റിഫറായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഫുള്ള് പൊടി പിടിച്ച് ആകെ എല്ലായിടത്തും മാറാലും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ നമ്മുടെ വേളാട്ടന്റെ കൂടുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്, മണ്ണുകൊണ്ടുള്ള ആ ഒരു കൂട് ഫുള്ള് മാറാല പിടിച്ച് കിടക്കുകയാണ്. 8 കാര്യങ്ങളും കണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ആവാസ വ്യവസ്ഥ തന്നെ ആയി ഉണ്ട് വണ്ടി മൊത്തത്തില്. എൻജിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ആ ഒരു ഓയിൽ ലീക്കൊക്കെ കാണാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഏറെക്കുറെ മാറാലകളും മുട്ടകളൊക്കെ ഉണ്ട്. എന്തിൻ്റെ മുട്ടയാണെന്ന് അറിയില്ല, 8 കാലിൻ്റെ മുട്ട തന്നെ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി മേലെ മൊത്തത്തിൽ. വണ്ടി ഉപയോഗിക്കാതെ നിർത്തിയിടുമ്പോഴുള്ള പ്രശ്നം അതാണ്. ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് കവർ ചെയ്ത് വെക്കേണ്ടി വരും. ബാറ്ററിൻ്റെ വയേഴ്സൊക്കെ ഊരിയിട്ടിട്ട് കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയി വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റുകളും അതുപോലെ ഈ വാട്ടർ വേപ്പേഴ്സൊക്കെ വന്നാണ്ട് തുരുമ്പും വരും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കാലം നിർത്തിയിടുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് സെറ്റായിട്ട് വെക്കാൻ നോക്കാം, കവറൊക്കെ ചെയ്ത് കണ്ട്. അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതാവണം. ഇതിൻ്റെ ബാക്ക് വീലൊക്കെ കറക്കുമ്പോൾ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഓടാതെ നിന്നുകൊണ്ട് തന്നെ. ഒന്ന് കറക്കി ഒന്ന് ചെറിയൊരു ഓടിക്കഴിഞ്ഞാൽ അതൊക്കെ സെറ്റാവും. അതുപോലെ തന്നെ ഡിസ്കിലൊക്കെ ചെറുതായിട്ട് തുരുമ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡിസ്കിലെ തുരുമ്പ് പിന്നെ കുറച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് വാഷിംഗ് ലിക്വിഡൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ മാറാലിയും ഡസ്റ്റുകളും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാണ്.
ഒന്ന് വാഷ് ചെയ്തപ്പോൾ തന്നെ വണ്ടി കുറച്ചൊന്ന് നീറ്റായി. സംഭവം വണ്ടി ഭ്രാന്തുള്ളവർക്ക് ഇതുപോലെയുള്ള വണ്ടികൾ ഇങ്ങനെ സൈഡായി കിടക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. ഈ വണ്ടി കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ എൻ്റെ സ്വന്തം കസിൻ്റെ വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി എനിക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇറങ്ങിയതാണ് ഈ ഒരു പരിപാടിക്ക്. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തായാലും സെൽഫ് അടിയില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ബാറ്ററി ഡൗൺ ആയി ഉണ്ടാവും. അതുപോലെ തന്നെ ആൾറെഡി ഇതിന് സ്റ്റാർട്ടർ മോട്ടറിന് ചെറിയ എന്തോ ഒരു കംപ്ലൈൻ്റ് ഉള്ള പോലെ ഉണ്ട്. അടുക്കൊന്നും സെൽഫ് വർക്ക് ചെയ്യലില്ല. അങ്ങനെ ഒരു 10-15 മിനിറ്റിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ഗിയറിലിട്ട് തള്ളിക്കാണ്ടുള്ള പരിപാടി ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തു. എൻജിൻ കേസിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ ഫുള്ള് ഈ ഒരു ഓയില് പല ഭാഗത്തും സ്പില്ലായതുകൊണ്ട് തന്നെ ഈ ഒരു വാട്ടർ ഇങ്ങനെ ബബിളായി നിൽക്കുന്നത് കാണുന്നുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ ഒരു സീനും ഇല്ല, പക്കാ നീറ്റാണ്. റൈറ്റ് സൈഡിലാണ് ഫുള്ള് ഓയില് ലീക്കായത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീലിലൊക്കെ ഒന്ന് കാറ്റടിക്കുകയാണ്. 2 വീലിലും എയർ കമ്മിയുണ്ട്. നമ്മൾ സാധാ പമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ബാക്ക് വീലിലാണ് നല്ല എയർ കുറവുള്ളത്. ഫ്രണ്ട് വീലിൽ അത്യാവശ്യം എയർ ഉണ്ട്. എൻജിൻ്റെ സൈഡിൽ ഓയിൽ ഇങ്ങനെ ലീക്കായിരിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് കറക്റ്റ് മനസ്സിലാവുന്നില്ല. റോട്ടിൽ ഫുള്ള് കൊടുക്കാനും കഴിയില്ല, കാരണം ഓയിൽ കുറവുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഒരുപാട് ഓയിൽ ലീക്കായി പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വണ്ടി വീണ് ഓയിൽ ലീക്കായ സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആക്സിലേറ്റർ കൊടുത്തപ്പോൾ ഒരുപാട് ഓയിൽ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു പൈപ്പിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ അത് ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല ഓയിൽ ഉണ്ടായതുകൊണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ത്രോട്ടിൽ എടുത്തിട്ടൊന്നും ഓയിൽ ഇങ്ങനെ സ്പില്ലായി വരുന്നൊന്നും കാണുന്നില്ല. പക്ഷെ ചെറുതായിട്ട് എവിടുന്നോ ലീക്കായിട്ട് വരുന്നുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം വേറെ ലീക്കുകളൊന്നും ഇല്ല. മിക്കവാറും ആ ഹോസിൽ നിന്ന് തന്നെ ആയിരിക്കും കൂടുതലും വന്നിട്ടുണ്ടാവുക. ഹോസിലും അങ്ങനെ ഡയറക്റ്റ് ക്രാക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നല്ലൊരു ഇമ്പാക്റ്റ് വന്നതിൻ്റെ ഒരു പാടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഹോസ് മാറണം. അങ്ങനെ എഞ്ചിനൊന്ന് വാമപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓയിൽ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഹാഫ് ലെവലിൽ ഉണ്ട്. ഓയിൽ ലെവൽ ആ ഒരു റേഞ്ചിൽ തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ഓയിൽ ലെവൽ നല്ല ഫുള്ളായിരിക്കുമ്പോഴായിരിക്കും വീണിട്ടുണ്ടാവുക. അപ്പം കുറച്ച് ഓയിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിപ്പോഴും റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓയിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ ഹോസൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമുക്ക് ഈ ബാറ്ററി ഊരിയിട്ട് ഇതൊന്ന് ചാർജിങ്ങിന് വെക്കണം. കാരണം ഈ ഒരു വർക്ക് തീരുന്നതിൻ്റെ മുമ്പ് ബാറ്ററിയിൽ കുറച്ച് ചാർജ് ആയിക്കോട്ടെ. ബാറ്ററി ചാർജ് ഡൗൺ ആയതാണോ ഈ സെൽഫ് വർക്ക് ചെയ്യാത്തത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ബാറ്ററി അയച്ച് ചാർജ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ റേഡിയേറ്ററിലേക്ക് പോകുന്ന ആ ഒരു ഡാമേജ് വന്ന ഹോസ് നമുക്ക് പുതിയത് യമഹയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു മാസം മുന്നേ ഓർഡർ ചെയ്തതാണ്. 30 ദിവസം എടുത്ത് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം 382 രൂപയാണ് ഈ ഒരു ഹോസിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാർട്സൊക്കെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചാലേ പെട്ടെന്ന് കിട്ടുള്ളൂ. ഏകദേശം ചില സാധനമൊക്കെ 15 ദിവസം കൊണ്ട് കിട്ടും, ചിലത് ഇതേപോലെ 30 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡാമേജ് വന്ന ഹോസ് അഴിച്ചു മാറ്റണം. അതിനായി 3 ബോൾട്ടാണ് വരുന്നത്. 2 റേഡിയേറ്ററിന്റെ ആ ഒരു സൈഡിലും 1 എൻജിൻ കേസിന്റെ ഭാഗത്താണ് ഉള്ളത്. റേഡിയേറ്റർ സൈഡിലുള്ളത് 2 ഹെക്സഗണൽ ബോൾട്ട് ആണ്. എൻജിൻ സൈഡിലുള്ളത് നമ്മുടെ അലൻ കീ ബോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് അഴിച്ചു മാറ്റാം. എൻജിനായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ നട്ടും ബോൾട്ടൊക്കെ അഴിക്കുമ്പോഴും അത് റീഫിറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കേസിങ്ങിലൊക്കെ ത്രെഡ് ഈസി ആയിട്ട് പോകും. അതുപോലെ തന്നെ ബോൾട്ടിനൊക്കെ ഡാമേജ് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഈ ഒരു സംഭവങ്ങളൊക്കെ.
അങ്ങനെതാ നമ്മൾ ഈ ഒരു ഹോസ് അയക്കാൻ പോവാണ്. ഇത് അയക്കുമ്പോൾ ഈ ഒരു റേഡിയേറ്ററിൽ നിൽക്കുന്ന കുറച്ച് ഓയിൽ ഉണ്ടാവും. അപ്പോൾ അടിയിൽ എന്തെങ്കിലും വെച്ചെടുക്കണം. അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ചെറിയൊരു ഓയിൽ ഫില്ലായി വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എൻജിൻ കേസിങ്ങിലുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊരു ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്ത് കളയണം. കാരണം എന്നാലേ നമുക്ക് ഇനി ഓയിൽ ലീക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതാ ഈ ഹോസ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മെറ്റൽ അല്ലാത്ത ചെറിയൊരു പോർഷൻ ഉണ്ട്, ഈ ഒരു മെഷ് പോലുള്ള ഈ ഒരു ബ്ലാക്ക് പോർഷൻ. ഇവിടെയാണ് ലീക്ക് ഉള്ളത്. ഇതിൻ്റെ ഈ ഒരു മേലത്തെ ജോയിൻറ്റിൻ്റെ ഭാഗത്താണ് നല്ലൊരു ഡാമേജ് കാണുന്നുണ്ട്. ബാക്കി മെറ്റൽ ഭാഗത്തൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പുതിയ ഹോസ് ഫിറ്റ് ചെയ്യണം. ഈ ഒരു ഹോസിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 382 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഈ 2 ഹോൾസിലും ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഹോസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്, വേറെ സീനൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള ഈ ഓയിൽ റിലേറ്റ് ചെയ്ത സംഭവങ്ങളിലൊക്കെ കോമ്പണൻസ് പാർട്സ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഓയിൽ സീൽ ഉണ്ടാവും. ഒരു റബ്ബർ ബേസ്ഡ് എന്തെങ്കിലും ഓയിൽ സീലോ ഓറിങ്ങോ അതുപോലുള്ള എന്തെങ്കിലും വാഷറോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഈ ഒരു ഓയിൽ റിലേറ്റഡ് പാർട്സിലൊക്കെ ഉണ്ടാവും. കാരണം ഓയിൽ ലീക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം പലപ്പോഴും നമ്മൾ മറന്നു പോകും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനും ഇതാദ്യം ഫിറ്റ് ചെയ്തപ്പോൾ ഒരു ഓറിങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഡബിൾ ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു സംഭവം കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ അയച്ച് വീണ്ടും ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോൾട്ടുകളൊക്കെ ടൈറ്റ് ചെയ്യുമ്പോഴും ലൂസും ചെയ്യുമ്പോഴൊക്കെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാരണം ബോൾട്ടിനും ഡാമേജ് വരുത്തരുത്, അതേപോലെ തന്നെ ഈ എൻജിൻ കേസിങ്ങിലെ ത്രെഡും കാര്യങ്ങളൊന്നും ഡാമേജ് വരുത്തരുത്. ഇത് ഓവർ ടൈറ്റ് ആവാനും പാടില്ല, അതുപോലെ തന്നെ ലൂസ് ആവാനും പാടില്ല. കാരണം ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ത്രെഡിനോ അല്ലെങ്കിൽ ബോൾട്ടിനോ ഒക്കെ ഡാമേജ് വരും. ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ടൈറ്റിലാവണം ഈ ബോൾട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്തു. ഈ ഒരു പുതിയ ഹോസ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം, ലീക്കും കാര്യങ്ങളും ഉണ്ടോ അതോ വേറെ ലീക്കുകളുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ബാറ്ററി റീകണക്ട് ചെയ്യണം. ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം സെൽഫ് അടിച്ചു നോക്കി, പക്ഷേ സെൽഫ് കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ 2-3 തവണ തള്ളി, പക്ഷേ തള്ളിയപ്പോൾ സ്റ്റാർട്ടായില്ല. പിന്നെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെറുതെ സെൽഫ് അടിച്ചു നോക്കി, അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഇത് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റാർട്ടാവുന്നുണ്ട്, ഇടയ്ക്ക് സ്റ്റാർട്ടാവുന്നില്ല. ബാറ്ററിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കണം. എന്തായാലും വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഓയിൽ വരാൻ കുറച്ചൊരു ടൈം പിടിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ RPM ഒന്ന് സെറ്റ് ചെയ്യണം. RPM കുറച്ച് കുറവായിട്ടാണുള്ളത്, ഐഡ്ലിങ് RPM. അപ്പോൾ ഏകദേശം 1300 to 1500 ആണ് തോന്നുന്നു ഇതിൻ്റെ ഒരു ഐഡ്ലിങ് RPM വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. വണ്ടിൻ്റെ സൈലൻസറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്മോക്ക് വരുന്നുണ്ട്. എവിടുന്നാന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പല ഭാഗത്തുനിന്നും ഇങ്ങനെ സ്മോക്ക് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു നമ്മൾ ഫിക്സ് ചെയ്ത സ്ഥലത്തൊന്നും ലീക്കില്ലെങ്കിലും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഹോസ് ഉണ്ട്. എൻജിൻ്റെ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഓയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോസിൻ്റെ വാഷറിൻ്റെ ഇടയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഓയിൽ ലീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം. അതുപോലെ സൈലൻസറിൻ്റെ പല ഭാഗത്തുനിന്നും ഇങ്ങനെ വൈറ്റ് സ്മോക്ക് വരുന്നുണ്ട്. ഇത് എവിടുന്നാന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും അത് നോക്കണം.
പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത ഹോസിൻ്റെ ബോൾട്ടിൻ്റെ ഭാഗത്തുനിന്നും അവിടെ നിന്നൊന്നും ഓയിൽ ലീക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് സെറ്റാണ്. അപ്പോൾ ഈ ഒരു സ്മോക്കിൻ്റെ കാര്യം അതുപോലെ ഈ ഒരു ഓയിൽ ലീക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗവും ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ആ ഒരു ഓയിൽ ലീക്ക് വരുന്ന ഭാഗത്തുള്ള ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ലീക്ക് സെറ്റായി. പിന്നെ സ്മോക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് കുറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സൈലൻസറിലൊക്കെ ഓയിൽ സ്പില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലീക്ക് വന്ന ടൈമിൽ. പല ഭാഗത്തും ഓയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓയിൽ വണ്ടി ചൂടായപ്പോൾ സ്മോക്കായി പോകുന്നതാണോ ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞിട്ടും ഈ ഒരു സ്മോക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ബാക്കി ബോഡി പാനൽസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. വണ്ടിയുടെ ആ ഒരു സ്മോക്ക് പ്രോബ്ലം, സ്മോക്ക് ഇങ്ങനെ കുറഞ്ഞിപ്പം സ്മോക്കും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അത് ആ ഒരു സൈലൻസറിലുള്ള ഓയിൽ ബേൺ ചെയ്ത് പോകുന്നതായിരുന്നു. കാരണം എക്സോസ്റ്റിലൂടെ ഒന്നും വൈറ്റ് സ്മോക്കൊന്നും വരുന്നില്ല. ആ ഒരു സൈലൻസറിനൊന്നും ഇങ്ങനെ ഒരു സ്മോക്ക് ഇങ്ങനെ പോകുന്നതായിരുന്നു. അത് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റായി. അപ്പോൾ അതിൽ കൂടുതൽ പേടിക്കാനൊന്നുമില്ല. ബാക്കി ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കണം. ചെറിയൊരു വാഷിംഗ് ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ വണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവന്നുണ്ട്. അത്യാവശ്യം ഓടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. നമ്മൾ വണ്ടി ഓടിക്കഴിഞ്ഞാൽ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൽഫ് കിട്ടുന്നില്ല. ബാറ്ററി നമ്മളിവിടെ പുറത്ത് കൊടുത്ത് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കടയിൽ നിന്ന് പറഞ്ഞത് ബാറ്ററിയുടെ ഹെൽത്തൊക്കെ ഓക്കെയാണ്, ബാറ്ററിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് കാലം നിർത്തിയിട്ടുകൊണ്ടൊന്ന് ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നു ബാറ്ററി. അത് നമ്മൾ ഫുൾ ചാർജ് ചെയ്തപ്പോൾ സെറ്റായി. അപ്പോൾ കാര്യമായിട്ട് സ്റ്റാർട്ടർ മോട്ടറിനെന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആസ് യൂഷ്വൽ ഇത് തള്ളി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനുശേഷം വണ്ടി നമുക്ക് ഒന്നുകൂടെ ഓടിച്ച് നോക്കണം, വേറെ എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം തള്ളേണ്ടതൊന്നും വന്നിട്ടില്ല. 2-3 വട്ടം തള്ളിയപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വണ്ടിയുടെ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. കാരണം ഇതിന് മുന്നേ ഓയിൽ ചേഞ്ച് ചെയ്തപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുള്ള ഓയിലായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നോർമലി LCയിൽ 10W40 ആണ് യൂസ് ചെയ്യൽ XC25. ഇപ്പോൾ ഈ ഒരു വണ്ടിയിലുള്ളത് 10W30 ആണ്. അപ്പോൾ ഈ ഒരു ഓയിൽ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ ചെറിയൊരു വേരിയേഷൻ തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്യാത്ത വണ്ടി ആയതുകൊണ്ട് കറക്റ്റ് ഇതിൻ്റെ സൗണ്ട് നമുക്കറിയില്ല. എന്തായാലും ഇനി നമുക്ക് ഓയിൽ മാറ്റുമ്പോൾ യമഹയുടെ തന്നെ ജെന്യൂൻ ഓയിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ. ഒന്ന് നല്ല രീതിയിൽ കുളിപ്പിച്ചെടുത്തപ്പോൾ തന്നെ വണ്ടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ആ ഒരു പഴയ ഫീലൊക്കെ പോയിട്ടുണ്ട്.
പുതുതായിട്ട് സെറ്റ് ചെയ്ത സംഭവത്തിനൊന്നും ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ സെറ്റാണ്. ആൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാണ് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ. അപ്പോൾ എല്ലാം പെർഫെക്റ്റാണ്. ഈ ഒരു ജോയിൻസിലും സംഭവത്തിലൊന്നും ലീക്കും കാര്യങ്ങളൊന്നുമില്ല. വേറെ എൻജിൻ ലീക്കുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എൻജിനിപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലാണ്. ഇനി ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം, ഫ്ലൂയിഡ്സും ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്ത ബോൾട്ടിലും കാര്യങ്ങളിലൊന്നും ലീക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ വാഷ് ചെയ്തപ്പോൾ തന്നെ ഏറെക്കുറെ ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഡീപ്പ് വാഷൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. എപ്പോഴും മാറാൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ചില ഭാഗത്തൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു ലുക്ക്, മൊത്തത്തിലുള്ള ഒരു ലുക്ക്. ഞാൻ ആൾറെഡി തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞതാണ്. ആക്സിഡൻറ്റ് എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്ത് പോവായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ലോറി വേറൊരു വണ്ടിയെ പെട്ടെന്നാണ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റിലേക്ക് എടുത്തു. അപ്പോൾ ഈ ഒരു വണ്ടി അവർ കണ്ടിട്ടുണ്ടായിട്ടുണ്ടാവില്ല. കാരണം ചിലപ്പോൾ ലോറിയിലൊക്കെ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാവും. ആ ഒരു ഏതെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടിലായിരിക്കും ഈ വണ്ടി ഉണ്ടായിരുന്നത്. എന്തോ ലോറിക്കാരൻ്റെ ശ്രദ്ധയിൽ ഈ വണ്ടി പെട്ടില്ല. അങ്ങനെ വണ്ടിയിൽ തട്ടി റൈറ്റ് സൈഡിലേക്ക് തന്നെ വണ്ടി സ്കിഡ് ചെയ്ത് വീണു. അങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ വലിയ വലിയ വണ്ടികളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കാര്യം പ്രത്യേകം ഓർമ്മ വേണം. ഒന്നെങ്കിൽ ഹോൺ അടിച്ച് അവരെ ശ്രദ്ധ പറ്റണം നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ബ്ലൈൻഡ് സ്പോട്ടിൽ പെടാത്ത രീതിയിൽ വേണം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. എന്തായാലും ലോറിയുടെ അടിയിലേക്ക് പോകാത്തതുകൊണ്ട് ഭാഗ്യം എന്ന് നമുക്ക് പറയാം. കാലിന് മാത്രമേ പരിക്കുണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ഡാമേജ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. ഏകദേശം നല്ലൊരു ഇമ്പാക്റ്റ് ക്രാഷ് കാർഡിൽ പോയിട്ടുണ്ട്. ക്രാഷ് കാർഡ് ആൾറെഡി ഊരി മാറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. വണ്ടിയുടെ സൈലൻസറിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ലീവർ ബെൻഡായിട്ടുണ്ട്. ബാക്കത്തെ ബ്രേക്ക് അത് ബെൻഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഒരു സൈഡിൽ നല്ല സ്ക്രാച്ചിൻ്റെ പാടുകളുണ്ട്. അതുപോലെ ഫ്രണ്ട് ബ്രേക്ക് ലീവറിൽ, അതുപോലെ ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിൽ, പിന്നെ മിറർമേൽ സ്ക്രാച്ച് ചെയ്ത പാടുകളുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററിലുണ്ട്, വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലുണ്ട്, ഫ്രണ്ട് നമ്പർ പ്ലേറ്റിൽ. അതുപോലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷനിൽ സ്ക്രാച്ച് ഉണ്ട്. ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായത് വണ്ടി റൈറ്റ് സൈഡിലേക്ക് സ്കിഡ് ചെയ്തുകൊണ്ടാണ്. ലെഫ്റ്റ് സൈഡ് പക്കാ ക്ലീനാണ്, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഫോർക്കിൻ്റെ ഭാഗത്തും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒക്കെ ഭാഗത്തും ആ ഭാഗത്തേക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല. വീലിൻ്റെ ഭാഗത്തേക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല. പിന്നെ ഒരു മേജർ ഡാമേജ് വന്നിട്ടുള്ളത് വണ്ടിയുടെ ഹാൻഡിൽ ബാറിലാണ്. ഹാൻഡിൽ ബാറിൻ്റെ ബെൻഡാണോ അത് ഫോർക്ക് ബെൻഡാണോ എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ ഫോർക്കിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഹാൻഡിൽ ബാറിന് നല്ലൊരു ബെൻഡുണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ബെൻഡായിട്ടുണ്ട് ഹാൻഡിൽ ബാർ. അതുപോലെ തന്നെ കോൺസെപ്റ്റിൻ്റെ പ്രശ്നമാണോ ഈ ബെൻഡിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. വണ്ടി ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ ഇങ്ങനെ ബെൻഡാവുന്നുണ്ട്. നമ്മൾ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് സെൻട്രലാക്കിയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. കുറച്ച് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് വിട്ട് കഴിഞ്ഞാലും റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ബാലൻസിങ് പ്രശ്നമുണ്ട്, എന്താണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഈ ഒരു വണ്ടിയിൽ.
ഇതിൻ്റെ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും ഒക്കെ ഒന്ന് സ്റ്റിഫായിട്ടുണ്ട്, നിർത്തിയിട്ടുകൊണ്ടാണ്. അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്താൽ ശരിയാവും. ഇപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്ക് ക്രൂസ് കൺട്രോളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ അവിടെ നിന്നോളും. ആ ഒരു ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിങ്ങനെ നമുക്ക് ഓടിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇപ്പോൾ ആക്സിലേറ്റർ കേബിൾ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് അഴിച്ച് ക്ലീനാക്കി സെറ്റ് ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ ഒരു ദിവസം ഇരുന്ന് ഒന്ന് സെറ്റാക്കി എടുക്കണം വണ്ടി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓടിച്ച് നോക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. ഓടിക്കുമ്പോൾ എൻജിൻ്റെ ഭാഗത്തുനിന്നൊന്നും പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ഓയിൽ ചേഞ്ച് ചെയ്താൽ തന്നെ വണ്ടി ഒന്നും കൂടെ സ്മൂത്തായി സെറ്റാവും. അതും ചെയ്യാനുണ്ട്. വേറെ മെയിനായിട്ടുള്ള ഈ ഇഷ്യൂ ഈ ഒരു ഹാൻഡിൽ ബാറിന് തന്നെയാണ്. കോർണറൊക്കെ എടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്സും കുറച്ചൊരു താഴേക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ പിടിക്കണം ബ്രേക്സ് കിട്ടണമെങ്കിൽ. ബ്രേക്ക് ലൈനറൊക്കെ ആൾറെഡി അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, മാറ്റാനൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്ലൂയിഡ് കുറച്ച് കാലം നിന്നതുകൊണ്ട് ആ ഒരു കുറച്ചൊന്ന് സ്റ്റിഫായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റിയാൽ തന്നെ ഏകദേശം ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. മെയിനായിട്ട് ഇതൊക്കെയാണ് ഉള്ളത്. അതേപോലെ കോർണറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൗണ്ടർ സ്റ്റെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ട് നമുക്ക് കൗണ്ടർ സ്റ്റെയർ ചെയ്യാൻ കഴിയുന്നുള്ളൂ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ലീൻ ചെയ്യുമ്പോൾ. കാരണം ആൾറെഡി റൈറ്റ് സൈഡിലേക്ക് ബെൻഡായിട്ടാണ് ഉള്ളത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ വലിയ സീനില്ല, ആൾറെഡി കൗണ്ടർ സ്റ്റെയർഡ് ആയിട്ടാണ് ഈ ഒരു ഇത് നിൽക്കുന്നത്, ഹാൻഡിൽ ബാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് കോർണർ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. ഈ ഒരു വണ്ടി ശരിക്കും ഒരു അടിപൊളി സാധനമാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. പക്ഷേ ഇന്ത്യയിൽ മോസ്റ്റ് അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിൾ എന്ന് വേണമെങ്കിൽ ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയാം. പണ്ട് RD ഇറങ്ങിയ പോലെ തന്നെ ആ ഒരു കാറ്റഗറി അല്ലെങ്കിലും ഈ ഒരു വണ്ടി മിക്കവാറും കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വാല്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കറന്റ് ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വിത്ത്ഹെൽഡ് ആണ്, പിൻവലിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടി. പുതിയ വെർഷനൊന്നും വന്നിട്ടില്ല. ഇനി വരാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല രീതിയിൽ സെയിൽസ് കുറവാണ് ഈ ഒരു വണ്ടി. ഇതിൻ്റെ പർപ്പസ് അധികം ആൾക്കും അറിയില്ല ഈ വണ്ടിനെ കുറിച്ച്. വേറൊരു കാര്യം ഇപ്പോൾ ഓടിച്ചപ്പം ഫീൽ ചെയ്തത് ഇതിൻ്റെ ABSൻ്റെ വാണിംഗ് ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കത്തും, പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഓടുമ്പോൾ അത് കെട്ടുപോകലുണ്ട്. പക്ഷേ അതിപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ABSൻ്റെ എന്തെങ്കിലും സെൻസറിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. ചിലപ്പം അവിടെ ആ ഒരു ABSൻ്റെ ആ ഒരു മൊഡ്യൂളിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കൂടൊക്കെ കൂട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. അത് നമുക്ക് പിന്നീട് ഒന്ന് നോക്കണം. അപ്പോൾ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിലാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സെറ്റാക്കി എടുക്കില്ല, പയ്യെ സെറ്റാക്കി എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.